ഹലോ സ്റ്റുഡൻസ്, നിങ്ങളൊരു IIT അല്ലെങ്കിൽ NIT അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗിന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് സൈരത്തിലെ ഹൈബ്രിഡ് സിസ്റ്റം. ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈബ്രിഡ് സിസ്റ്റം എന്താണ് എന്ന് ഇതിനോടകം തന്നെ പല ടീച്ചേഴ്സിൻ്റെയും ഒക്കെ വീഡിയോസിലൂടെ നിങ്ങൾ നന്നായിട്ട് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ മുമ്പിൽ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് ഈ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാം, പേര് കേൾക്കുന്ന പോലെ തന്നെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഒരു ഓഫ്ലൈൻ ഓൺലൈൻ ബ്ലെൻഡ് മോഡലാണ്. അത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മളൊരു ഡിവൈസ്, ഒരു ടാബ്ലറ്റ് പ്രൊവൈഡ് ചെയ്യും. അതിനകത്ത് നിങ്ങൾക്ക് ഒരു സൈലത്തിൻ്റെ ആപ്പ് വഴി നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലാസ്സുകളും എല്ലാ സബ്ജക്റ്റിൻ്റെയും മുഴുവൻ ചാപ്റ്റേഴ്സും പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് അത് അവൈലബിൾ ആണ്. എനി ടൈം ഏത് വീഡിയോ വേണമെങ്കിലും നമുക്കതിൽ പ്ലേ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. എന്നാലും നമ്മൾ ഓരോ ദിവസവും ഏതൊക്കെ വീഡിയോസാണ് നിങ്ങൾ കാണേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്രമാണ് നിങ്ങൾ ക്യാമ്പസിലേക്ക് ഓഫ്ലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് വരിക. അതിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുമായിരിക്കും. അങ്ങനെ പഠിക്കാനാണ് നമ്മൾ ഈ ടാബ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് കാണേണ്ട വീഡിയോസ് ഏതാണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അത് നമ്മൾ കൃത്യമായി നിങ്ങളെ മെൻറ്റർ ത്രൂ നിങ്ങളെ അറിയിക്കും ഏത് വീഡിയോ ആണ് കാണേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. എന്താണ് പഠിക്കേണ്ടത്, സിലബസ് ഏതാണ്, ഇതൊന്നും അന്വേഷിച്ച് നിങ്ങൾ തല പൊണ്ണാക്കി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ടാബ് എടുക്കുക, ആ ദിവസം കാണാൻ പറഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് എടുത്ത് പ്ലേ ചെയ്ത് നോക്കാം. അതിനകത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഡബിൾ സ്പീഡിൽ കാണണമെങ്കിൽ കാണാം. നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആവർത്തിച്ച് കാണുക, സ്ലോ ആയിട്ട് പ്ലേ ചെയ്യുകയൊക്കെ ചെയ്യാം. അതിനകത്ത് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അവിടെ പോസ് ചെയ്യാം. എന്നിട്ട് ഒരാവൃത്തി നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പ്ലേ ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്താണ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ്, അതായത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടും ഒക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതിനകത്ത് ഉണ്ടാകുന്ന ഡൗട്ട് നമുക്ക് ഈ വീഡിയോൻ്റെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അവിടെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അതിനെയാണ് നമ്മൾ അടുത്ത ദിവസം ഇതേ ചാപ്റ്ററിൻ്റെ തന്നെ ഓഫ്ലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഇതേ കോണ്ടന്റിന്റെ തന്നെ ഓഫ്ലൈൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ പരിഹരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട്സുകൾ ഫോം ചെയ്യും. നമ്മൾ ആ ഡൗട്ടുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്ത ദിവസം രാവിലെ വന്ന് നിങ്ങൾക്ക് ഈ എന്താണോ നിങ്ങൾ വീഡിയോയിൽ കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയത്, പഠിക്കാൻ ശ്രമിച്ചത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു എക്സാം ഉണ്ടാവുക. ആ എക്സാമും കൂടെ എഴുതി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് കടക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് ഡൗട്ട്സ് ഫോം ചെയ്യും. എക്സാം എഴുതുന്ന സമയത്ത് വീണ്ടും ചെയ്യാൻ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ സ്വാഭാവികമായിട്ട് ഡൗട്ടുകളായിട്ട് മാറും. ഈ ഡൗട്ടുകളെല്ലാം ആയിട്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് വരുന്നത്. ഈ ക്ലാസ് കൂടെ കഴിയുമ്പോഴേക്ക് പിന്നെ അന്ന് വൈകുന്നേരത്തിൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷനും കൂടെ തീരുമ്പോഴേക്ക് ഇങ്ങനെ ഫോം ചെയ്ത ഡൗട്ടുകളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തെടുക്കും. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. അവിടെ ഒരു ടീച്ചർ നിങ്ങൾക്ക് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സും ഡൗട്ട് ക്ലിയറിംഗും എല്ലാം ചെയ്തു തരും. ഇതാണ് ഈ ഓൺലൈൻ ഓഫ്ലൈൻ രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ഞാനൊരു അതിൻ്റെ ഒരു കംപ്ലീറ്റ്നെസ്സിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഒരു ഗുണം, ഇത് വളരെ കോംപ്രിഹെൻസീവ് ആണ്. അതെല്ലാ ചാപ്റ്ററുകളും നമുക്ക് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിലുണ്ട്. അവിടെ സിലബസിൽ ഇല്ലാത്തത് എക്സ്ട്രാ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൻ്റെ കണ്ടന്റ്സ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന എക്സാമിനേഷൻ പേപ്പറുകളും അതിൻ്റെ സിലബസും ഇതൊക്കെ കൺസിഡർ ചെയ്ത് എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ടത് വേണ്ടാത്തതെന്നൊക്കെ വളരെ സയൻറ്റിഫിക് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾ മിസ്സായി പോകുകയാണെങ്കിലോ അല്ലെങ്കിൽ അസുഖമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ഒക്കെ ആ വീഡിയോസ് പെർമനൻ്റ്ലി നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എനി ടൈം നിങ്ങൾക്ക് അത് എടുത്ത് പഠിക്കാം. അത് ടോപ്പിക്ക് മിസ്സായി പോകുന്ന ഒരു പ്രശ്നമല്ല. അത് വളരെയധികം കോംപ്രിഹെൻസീവ് ആണ്. രണ്ടാമത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി. കാരണം ഇത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സൗകര്യത്തിനാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയോ കുറച്ചോ സ്കിപ്പ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടോ ഒക്കെ ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നോർമലി ഒരു കോച്ചിങ് സെൻറ്റർ, സാധാരണ ഒരു ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഓരോ ടീച്ചറും ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ആ ടീച്ചറാണ് തീരുമാനിക്കുന്നത് അവിടെ എന്താണ് പഠിപ്പിക്കേണ്ടത്, എന്തൊക്കെ കോൺസെപ്റ്റ്സ് ആണ്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, ഏതൊക്കെ ഇക്വേഷൻസ് ആണ് പഠിപ്പിക്കേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടതെന്നൊക്കെ ടീച്ചർ തന്നെ സെൽഫായിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഓരോ ടീച്ചേഴ്സ് ആയിരിക്കും കയറുക. ഓരോരുത്തരും അവർക്ക് കൂടുതൽ പ്രയോറിറ്റി ഉണ്ട് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ പഠിപ്പിച്ചു പോവുക. ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു ഗുണം, നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകളുടെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് സെൻട്രലൈസ്ഡ് സ്ലൈഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടീച്ചേഴ്സ് സ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. അത് എല്ലാ ടീച്ചേഴ്സും, അതിപ്പോൾ നമുക്ക് JEE തന്നെ ഒരുപാട് ബാച്ചുകൾ ഉണ്ടാവും. ആ ബാച്ചിലെല്ലാം കയറുന്ന ടീച്ചേഴ്സ് ഒരേ ദിവസം ഒരേ ടോപ്പിക്ക് ഒരേ സ്ലൈഡ് ഉപയോഗിച്ചിട്ടാണ് പഠിപ്പിക്കുക. നോർമലി നമ്മളൊരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഓരോ ക്ലാസ്സിലേക്കും ഓരോ ടീച്ചേഴ്സ് ആയിരിക്കും പോകുന്നുണ്ടാവുക.
ആ ക്ലാസ്സുകളിലേക്ക് എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് അതാത് ടീച്ചേഴ്സാണ് ഡിസൈഡ് ചെയ്യുക. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കണം, ഏതൊക്കെ ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിപ്പിക്കണം, എന്തൊക്കെ കോൺസെപ്റ്റ് ഏത് ഓർഡറിൽ എടുക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതാത് ടീച്ചേഴ്സ് ആയിരിക്കും തീരുമാനിക്കുക. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഇങ്ങനെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിലും ക്വസ്റ്റ്യൻസിന്റെ ക്വാളിറ്റിയിലും ഒക്കെ സ്വാഭാവികമായിട്ട് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഈ സെൻട്രലൈസ്ഡ് സ്ലൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് എല്ലാ ടീച്ചേഴ്സും സെയിം സ്ലൈഡ് കൊണ്ടാണ് ക്ലാസ്സിൽ കയറുക. അതേപോലെ ഒരു ചാപ്റ്റർ നമ്മളൊരു 4 days കൊണ്ടാണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എല്ലാ ബാച്ചുകളിലും ആ 4 days കൊണ്ട് തന്നെ കൃത്യം അത് ഒരുമിച്ച് അത് ഫിനിഷ് ആവും. അപ്പോൾ ഒരുമിച്ച് നിങ്ങൾക്ക് പരീക്ഷകൾ എഴുതാം. ഇങ്ങനെ എല്ലാത്തിനകത്തും കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആണ് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിനകത്ത് കാര്യങ്ങൾ. ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ഇന്ററാക്ഷൻ കുറവുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ അടുത്ത ദിവസം തന്നെ ഓഫ്ലൈൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ പരിഹരിക്കുന്നുണ്ട്. അതായത് ഒരു ദിവസം നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങളൊരു കാര്യം പഠിച്ച് സെറ്റാവുന്നു, അടുത്ത ദിവസം എൻ്റെ പരീക്ഷ എഴുതുന്നു, വീണ്ടും അതിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ ഒന്നും കൂടി പങ്കെടുക്കുന്നു. ഇതെല്ലാം കൂടെ കഴിയുമ്പോഴേക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ ആങ്സൈറ്റീസും ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ അത്രയാണ് നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ മെറിറ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളൊരു IIT അല്ലെങ്കിൽ NIT അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഫണ്ടഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കണം, ഹയർ സ്റ്റഡീസിന് പോകണം എന്ന് വിചാരിക്കുന്നവർ ഒട്ടും ആശങ്കപ്പെട്ട് നിൽക്കാതെ ധൈര്യമായിട്ട് സൈലത്തിലേക്ക് കയറി വരിക. യു ആർ ഓൾവേസ് വെൽക്കം.